കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിഷ്പക്ഷരായ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിയും അല്ലെങ്കിൽ മുന്നണികളും പാർട്ടികളും എല്ലാം എല്ലാ പാർട്ടിയിലും മുന്നണിയിലുമുള്ളവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 10 വർഷം ഭരിച്ച LDF, അത് CPM-ഉം CPI-യും പ്രധാനമായിരിക്കുമ്പോൾ CPM-ഉം CPI-യും എടുത്താൽ ഒരു തരത്തിലും തൃപ്തരായ ഒരു പ്രതിപക്ഷമായിട്ട് പോലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ശക്തമായൊരു പ്രതിപക്ഷമാകാൻ കഴിയുന്നില്ല. LDF എന്ന് പറയുന്ന മുന്നണിയിൽ CPM-ഉം CPI-യും തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടി 10 വർഷം ഭരിക്കുമ്പോൾ എത്രത്തോളം ജനങ്ങളെ വെറുപ്പിക്കാമോ അത്രത്തോളം CPM വെറുപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പാർട്ടിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതാണ് നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള UDF ആണ്. മുസ്ലിം ലീഗും കോൺഗ്രസും. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് കോൺഗ്രസിനെ പറ്റിയാണ്. കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. ഒരു ഭരണമാറ്റം വേണം, പണ്ട് ആവർത്തിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് ചെയ്ത LDF സർക്കാർ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് പുതിയ സർക്കാരിനെ അധികാരത്തിൽ ഏറ്റുമ്പോൾ അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷത്തിന് പോലും വ്യക്തമായ ഒരു റോൾ ഇല്ലാത്ത രീതിയിലേക്ക് സംസ്ഥാനത്തിന്റെ ഭരണം മാറിയിട്ടുണ്ട്. പറയേണ്ടത് മുഴുവൻ UDF-കാർ തന്നെ അല്ലെങ്കിൽ UDF-ലെ നേതാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പല തരത്തിലുള്ള അല്ലെങ്കിൽ പണ്ട് AA ഗ്രൂപ്പുകൾക്ക് ഇപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ചേരുതിരിവിലേക്ക് പോകുന്നു. അപ്പോൾ UDF-ഉം LDF-ഉം എന്ന് ചിന്തിച്ചെടുത്ത അല്ലെങ്കിൽ മാറി മാറി ആണ് ഭരണം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു തവണ അല്ലെങ്കിൽ കഴിഞ്ഞ ടൈം മാത്രമാണ് 10 വർഷം LDF-ന് തന്നെ അധികാരം കൊടുക്കുന്നത്. അപ്പോൾ മാറി മാറി നിന്നെടുത്ത് നിന്ന് ഒരു മാറ്റമെന്ന് ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ BJP ആണ്. BJP-ക്ക് അധികാരം നൽകുകയാണ് എങ്കിൽ, മാറാത്തത് മാറുമെന്ന് ടാഗ് ലൈൻ കൊടുത്തോടുകൂടി BJP-ക്ക് അധികാരം നൽകുകയാണ് എങ്കിൽ എന്താകുമെന്ന് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താകുമെന്ന ആശങ്കയ്ക്കൊപ്പം പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു വിഭാഗം നിഷ്പക്ഷരായ വോട്ടർമാരുണ്ടായിരുന്നു. എന്നാൽ മാറാത്തത് മാറില്ല, LDF-ഉം UDF-നേക്കാൾ മോശപ്പെട്ട രീതിയിലായിരിക്കും BJP എന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഏറ്റവും അല്ലെങ്കിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിലും കേരളത്തിലെ നിഷ്പക്ഷരായ വോട്ടർമാർക്ക് ആരെ തെരഞ്ഞെടുക്കണമെന്നറിയാൻ വയ്യാത്തൊരു കാര്യം. BJP-ക്ക് തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ കിട്ടുമ്പോൾ അവിടെ BJP-യുടെ ഒരു കൗൺസിലർ കാപ്പ കേസിൽ അകത്താകുന്നു. ഇതുവരെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടിട്ടില്ലാത്ത അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കേരളം കാണുന്നു. ആ ഒരു തരത്തിൽ BJP-യോടുള്ള പ്രതീക്ഷ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. 3 MLA-മാരുണ്ട് BJP-ക്ക്, അല്ലെങ്കിൽ നിയമസഭയിൽ BJP-യുടെ ശബ്ദമായി 3 MLA-മാരുണ്ട്. ആ 3 MLA-മാരിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങളൊന്നും ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ പല വിഷയങ്ങളിലും അവർക്ക് അത്തരത്തിൽ സംസാരിക്കാനുള്ള ഒരു രീതിയില്ല. കോൺഗ്രസിലെയും CPM-ലെയും CPI-ലെയും ഒക്കെ ചേരിപ്പോരിനെ പറ്റി പറയുമ്പോൾ പാർട്ടി അത്യാവശ്യം വളർന്നു വലുതായതിനെ അല്ലെങ്കിൽ പാർട്ടിക്ക് ശക്തമായ ഒരു ഇരിപ്പുറപ്പിച്ചതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ചേരിതിരിവ് ഗ്രൂപ്പ് പോരൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ BJP-യിൽ അങ്ങനെയല്ല. കേരളത്തിൽ പാർട്ടി പച്ചപിടിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ BJP-യിൽ ചേരിതിരിവുകൾ ഉണ്ടായി. നേതാക്കൾ തമ്മിൽ അല്ലെങ്കിൽ പല നേതാക്കളുടെ പേരിൽ ചേരികളും ഗ്രൂപ്പുകളും ഉണ്ടാകുന്നതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും കണ്ടതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഫണ്ട് തട്ടിപ്പ്, അതും സ്വന്തം BJP-യുടെ തന്നെ ഫണ്ട്, ഇലക്ഷൻ ഫണ്ട് പറ്റിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ പല ആളുകളും പറയുന്നത് ഇതെന്തിനാണ് ചർച്ച ചെയ്യുന്നത്, ഇത് BJP എന്ന പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അല്ലെങ്കിൽ ഇത് സാധാരണക്കാരുടെ പൈസ അല്ലല്ലോ, BJP-യുടെ ഫണ്ടല്ലേ, നിങ്ങളുടെ നികുതി അല്ലല്ലോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പണമല്ലല്ലോ എന്ന് പറയുമ്പോൾ പോലും സ്വന്തം പാർട്ടിയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു അംഗങ്ങളുള്ള പാർട്ടിയെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഇവർക്ക് സംസ്ഥാനത്തിന്റെ ചുമതല നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണം നൽകുകയാണെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വലിയ രീതിയിൽ, ചെറിയ രീതിയിലുള്ള ക്രമക്കേടല്ല, വലിയ രീതിയിൽ പണം കൈയിട്ട് വരുന്നവരെ സംസ്ഥാനത്തിന്റെ ചുമതല കൂടി നൽകുക അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണം കൂടി ഏൽപ്പിക്കുകയാണ് എങ്കിൽ കടത്തിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ ഒരു തരത്തിലും കരകയറാനാകാതെ അല്ലെങ്കിൽ കടത്തിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ കടത്തിൽ തന്നെ കുഴിച്ചു മൂടുന്ന ഒരു രീതിയായിരിക്കില്ലേ? ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്വന്തം പാർട്ടിയിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് നൽകിയ വലിയൊരു തുക അതായത് സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാഗം ചെലവാക്കിയതിൽ വൻ അഴിമതിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഒരാൾ പരാതി നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് പലരും ഇപ്പോൾ സൈലന്റ് ആണ്. കാരണം ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരൊക്കെ മുക്കിയിട്ടുണ്ട്, ആരൊക്കെ തെരഞ്ഞെടുപ്പിന് പൈസ വാങ്ങാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഉടൻ തന്നെ മനസ്സിലാവും. കാരണം അതൊന്നും പുറത്തു വരെ ഉണ്ടാവില്ല. എന്നാലും പാർട്ടിക്കുള്ളിൽ തന്നെയാണെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് വൻ കോടികളാണ്. അതായത് 160 കോടിയോളം രൂപ, അതായത് ഇങ്ങനെയാണ് പരാതിയിൽ പറയുന്നത്, 160 കോടിയോളം രൂപയുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കേന്ദ്ര കമ്മിറ്റി സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് കൊടി തോരണങ്ങൾ, മറ്റൊരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ
നൽകിയിരുന്നു, കേന്ദ്ര കമ്മിറ്റി നൽകിയിരുന്നു. എന്നിട്ടും ഇവിടുന്ന് 160 കോടിയോളം രൂപയുടെ സാധനങ്ങൾ വാങ്ങി എന്നുള്ള രേഖ ഉണ്ടാക്കി അതിനകത്ത് അപ്പൊ അത്രയും ബില്ല് കാണിച്ചുകൊണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെയാണ് പറഞ്ഞത്. 160 കോടിയുടെ തട്ടിപ്പ് എന്നാണ് കേൾക്കുന്നത്, നമുക്കറിയാൻ കഴിയുന്നത്. അപ്പം 30 അതിൽ തന്നെ അതൊരു കമ്പനിയിൽ നിന്ന്, ഒരു ഒറ്റ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പൊ ആ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് കൂടെ അതിന് കമ്മീഷനായിട്ട് 10-30 ലക്ഷത്തോളം രൂപ അതും അടിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് കേൾക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പിന്നെ ഇതിലൊക്കെ തന്നെ കാര്യം എന്താ വെച്ചാൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും വിളിപ്പിച്ചിട്ട് ഇപ്പൊ തന്നെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അവരുടെ മൊഴി എടുക്കുന്നുണ്ട് പലരുടെയും. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പുതിയ സംഭവങ്ങളൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു തട്ടിപ്പ് എന്ന് പറയുന്നത്, അതിന് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട്, അതായത് പോസ്റ്ററും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും, പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് കമ്മീഷൻ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൂടാതെ റൂമുകൾ ബുക്ക് ചെയ്തതിലും അഴിമതി നടന്നതായിട്ട് അറിയുന്നുണ്ട്. കാരണം ആവശ്യത്തിൽ കൂടുതൽ റൂമുകളിൽ ഉപയോഗിച്ചതിന്റെ രേഖകൾ ഉണ്ടാക്കി എന്നൊക്കെ കാണിച്ച് അതിൽ നിന്നും ഫണ്ട് തട്ടിപ്പ് നടത്തിയതായിട്ട് അറിയുന്നുണ്ട്. പിന്നെ അതുപോലെ വാഹനങ്ങൾ, അതായത് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിന് അതിന്റെ പേരിലും വൻതുക തട്ടിപ്പ് നടത്തി എന്നൊക്കെയുള്ള പരാതികൾ വരുന്നുണ്ട്. കൂടാതെ പിന്നെ ഈ BJP കേന്ദ്ര കമ്മിറ്റി സൗജന്യമായി നൽകിയ പതാകകളൊക്കെ അതിനകത്ത് വേറെ ഇവിടുന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിയിട്ട് അതിലും ഫണ്ട് തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ വരുന്നത്, ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ ഒരു നേതാവ് 15 ലക്ഷത്തിന്റെ 2 ലോണുകൾ, ബാങ്ക് വായ്പ അടച്ചു തീർത്തു. കാരണം കാലങ്ങളായിട്ട് അടയ്ക്കാതിരുന്ന ആ ലോൺ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ആ 2 ലോൺ, അതായത് ഏകദേശം 30 ലക്ഷത്തോളം രൂപയുടെ ലോൺ അടച്ചു തീർത്തു എന്നുള്ളതാണ് പുതുതായിട്ട് വിവരം വരുന്നത്. അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോ BJPയുടെ അല്ലെങ്കിൽ BJP എന്ന പാർട്ടിയിൽ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള ഫണ്ട് തട്ടിപ്പുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്രയും വലിയ തുകകളിലേക്ക് പോകാറുണ്ടോ എന്നാണ്. കാരണം അത്രയും വലിയ ഫണ്ടാണ് BJP. അത്രയും വലിയ ഫണ്ടാണെന്ന് മാത്രമല്ല, ചെറിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് നടത്തുന്നതെങ്കിൽ അതൊന്നും പിടിക്കാൻ പോകുന്നില്ല. ചെറിയ രീതിയിൽ ഈ പറയുന്ന പോലെ റൂം എടുക്കുമ്പോൾ തന്നെ, ഉദാഹരണത്തിന് റൂം എടുക്കുമ്പോൾ തന്നെ 5 ദിവസമായിരിക്കും റൂം എടുത്തത്, അവരുമായി സംസാരിച്ചുകൊണ്ട് മറ്റൊരു ബില്ല് 10 ദിവസത്തെ ബില്ല് വാങ്ങുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സാധനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അതിപ്പോൾ ആഹാരമായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അവർ നമുക്ക് തരുന്ന വില ആയിരിക്കില്ല യഥാർത്ഥത്തിൽ പറയുന്ന വില. ഇപ്പോൾ ഉദാഹരണത്തിന് 100 രൂപയുടെ സാധനം നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് 80 രൂപയ്ക്കായിരിക്കും തരുന്നത്. പക്ഷെ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ബില്ല് 100-120 രൂപയുടേതായിരിക്കും. ഇത്തരം തട്ടിപ്പുകളൊക്കെ എല്ലാ പാർട്ടിയിലും എല്ലാ അണികൾ ഉൾപ്പെടെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാരായ പ്രവർത്തകർ ഉൾപ്പെടെ ചെയ്യാറുണ്ട്. പക്ഷെ അത് പിടിക്കപ്പെടുന്നത് ഇത്തരം വലിയ രീതിയിലുള്ള തട്ടിപ്പിലേക്ക് പോകുമ്പോഴാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പാർട്ടികളിൽ നിന്നും കൈയിട്ടുവാരലും ഇത്തരം തട്ടിപ്പുകൾ സ്ഥിരമാണ്. പക്ഷെ BJPയിൽ അത് വലിയ രീതിയിൽ പുറത്തു വന്നു. അത് മാത്രമല്ല, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഒരു തട്ടിപ്പ് പുറത്തു വരുമ്പോൾ അത് BJPക്ക് അകത്ത് ആദ്യം ചർച്ചകൾ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വാർത്ത എത്താതെ പരമാവധി ഒതുക്കി തീർക്കുകയാണ്. അങ്ങനെ തട്ടിപ്പൊന്നും ഉണ്ടായിട്ടില്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ തെറ്റായ വാർത്തയാണ് എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ ഒരു സൈഡിൽ തണുപ്പിക്കുമ്പോൾ, മറുവശത്ത് BJPയുടെ അകത്തു നിന്നാണ് വീണ്ടും പരാതികളും ആരോപണങ്ങളും വരുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. BJPക്ക് അകത്ത് ശക്തമായ ഒരു ഗ്രൂപ്പ് ചേരി തിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 1-2-3 ഗ്രൂപ്പുകളായി BJP മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുള്ളത്. അതിപ്പോ ഏത് പാർട്ടിയിലാണെങ്കിലും സ്വന്തം പാർട്ടിക്ക് അകത്തൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറയുമ്പോൾ പോലും ഇത്തരം ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അവിടെ തെറ്റ് ചെയ്ത ആളുകൾ ഒരു വശത്തും, അല്ലെങ്കിൽ ആ പണം കൈയിട്ട് വാരിയവർ ഒരു ഭാഗത്തും, മറുവശത്തുള്ളത് സത്യസന്ധരായിട്ടുള്ള ആളുകളായിരിക്കും. അവർ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ചിലർ ചിന്തിക്കും, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ, പിന്നെ ഇവർക്ക് മാത്രം കിട്ടിയതിന്റെ ഒരു ചുരുക്കം കാണും. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ BJP ആദ്യം ഈ വിഷയത്തെ വളരെ മയപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ സെറ്റിലാക്കാം, പൊതുസമൂഹത്തിന് മുന്നിലേക്കും മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും എത്തരുത് എന്നൊരു അജണ്ട അവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് പാളുകയുണ്ടായി. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗം BJPയിൽ തന്നെയുണ്ട്. BJPയിലെ നേതാക്കളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. അതിന്റെ അകത്ത് തന്നെ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പല നേതാക്കളും പറയുന്നത് കേട്ടു, 3 സീറ്റ് കിട്ടി, ഞാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ, ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല, ഞാനായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 15ഓളം സീറ്റുകൾ കിട്ടിയേനെ. രാജീവ് ചന്ദ്രശേഖരന് ശബരിമല വിഷയം കത്തിക്കാനായില്ല, പക്ഷെ പണ്ട് ഞങ്ങൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയപ്പോൾ അത് കത്തിച്ചിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരാമർശങ്ങളും പ്രശ്നങ്ങളും പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ട്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, കോൺഗ്രസ് പോലെയോ CPM പോലെയോ CPI പോലെയോ ഒന്നുമല്ല BJP കേരളത്തിൽ
ശക്തമായ ഒരു അടിത്തറ പോലും ബി ജെ പിക്ക് ഇതുവരെ ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. മനസ്സല്ല കേരളത്തിൻ്റെത്, മതേതര മനസ്സാണെന്ന് ആവർത്തിച്ച് തെളിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് അകത്തെ പടലപ്പിണക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു കാലത്തും ഗതി പിടിക്കാനാകില്ല. ഇനി മറുവശത്ത് ഈ കേസുമായി മുന്നോട്ട് തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. ഈ കേസ് സ്വാഭാവികമായും പോലീസ് കേസാകും, അന്വേഷണങ്ങൾ ഉണ്ടാകും, പലരും മൊഴി കൊടുക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യസന്ധമായി നിന്നവർ ഉറപ്പായും മൊഴി കൊടുക്കും, മറ്റുള്ളവർ കുടുങ്ങുകയും ചെയ്യും. അങ്ങനെ കുടുങ്ങുകയാണ് എങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ്. ഇനി പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒക്കെ ഉയർന്ന നേതാക്കൾ കൂടി ഇതിൽ പെടുകയാണെങ്കിൽ പിന്നെ വിഷയം നമ്മുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കയ്യിൽ പോലും ഈ വിഷയം നിൽക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ല, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും BJP ഇങ്ങനത്തെ ഈ പണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി അട്ടിമറിച്ചു അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വിവാദമാകാറുണ്ട് പല സംഭവം. നേരത്തെയും 1-2 വിവാദ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് അന്ന് അത് ഉണ്ടായിട്ട് പോലും ഇത് വീണ്ടും പുതിയതുണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ RSS നേരിട്ട് അന്വേഷണം തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും കൂടുതൽ ഫണ്ട് തട്ടിപ്പിച്ചവരെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം അറിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്ത് വരുന്ന ഇപ്പൊ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിഭാഗം തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ വാർത്തകളൊക്കെ സത്യമാണ്, ആരോപണങ്ങൾ സത്യമാണെങ്കിൽ അവരൊരിക്കലും ഈ പേരുകൾ പുറത്തേക്ക് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കില്ല. പക്ഷെ മറുവശത്ത് മറുവിഭാഗം അവരെ തരം താഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെ നാണം കെടുത്താൻ വേണ്ടി പേരുകൾ പുറത്തുവിടും. അതുകൊണ്ട് ബി ജെ പിക്ക് ഇനി അത്ര എളുപ്പമല്ല, ഫണ്ട് തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. പോലീസ് കേസിലേക്ക് കൂടി ഇത് പോവുകയാണ് എങ്കിൽ ബി ജെ പി വിചാരിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും കിട്ടുക. തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ കിട്ടുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗതി എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് 3 MLA-മാരെ സ്വന്തമായി നിയമസഭയിൽ ബി ജെ പിയുടെ ശബ്ദമായി 3 MLA-മാർ വരുമ്പോൾ തൊട്ടു പിന്നിൽ ഇത്രയും വലിയ തട്ടിപ്പുണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വിശ്വാസ്യതയായിരിക്കും ഈ പാർട്ടിയോട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ, അതായത് നേരത്തെ ഉണ്ടായ പല കേസുകളും അന്നത്തെ കാലത്ത് ഭരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് ഒരു ധാരണയിലെത്തുന്നു എന്നുള്ളതാണ് ചില ആരോപണങ്ങൾ അപ്പോൾ ആ സമയത്ത് വരുന്നത്. കാരണം BJP ഒക്കെ എന്തെങ്കിലും കേസുകളിലൊക്കെ അങ്ങനത്തെ പെടുകയാണെങ്കിൽ ഇപ്പുറത്ത് ആരാണോ ഭരിക്കുന്നത് അവരായിട്ട് ഒരു ടേംസിലെത്തുക, എന്നിട്ട് അത് തന്നെ അന്വേഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മറച്ചു വെക്കുകയോ മരവിപ്പിക്കുക, ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടന്നു വരുന്നൊന്നും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇനി ഇതിനും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത പറയാനാകില്ല. നമ്മള് ഇതിനു മുൻപ് തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട് ED യുടെ കേസൊക്കെ വരുമ്പോഴും ഇപ്പോഴല്ല ഇതിനു മുൻപും അദ്ദേഹം മുഖ്യമന്ത്രി ഇപ്പൊ ഭരണത്തിലല്ലോ. അപ്പോൾ അന്ന് പല വിഷയങ്ങളിലും എടുത്തൊരു നിലപാട് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് തൃശ്ശൂർ പൂരം കലക്കൽ അത് ഇന്നും ഒരു ആരോപണമായി നിലനിൽക്കുകയാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചത് ഇതൊക്കെ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് എന്ന് സാധാരണക്കാരെ ജനങ്ങൾക്ക് പോലും മനസ്സിലായി. ഇനി അതുപോലൊരു അന്തർധാരയ്ക്ക് കോൺഗ്രസ് കൂടി വഴി വെക്കുക എങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥയും CPM-നുണ്ടായതിനേക്കാൾ വലിയ പരാജയം തന്നെയായിരിക്കും.